സ്വാമി ക്ഷേത്രം തിരുപ്പതിയിലുണ്ട്, നിങ്ങൾക്കറിയാം. ചിറ്റൂർ ജില്ലയിലെ മറ്റൊരു താലൂക്ക് ഹെഡ്ക്വാർട്ടറാണ് മദനപ്പള്ളി. തെക്കൻ ആന്ധ്രാപ്രദേശിൽ ഏറ്റവും അധികം മലയാളികൾ സ്ഥിരതാമസമാക്കിയ ഒരു സിറ്റിയാണ് മദനപ്പള്ളി സിറ്റി. ഈ മദനപ്പള്ളി സിറ്റിയിൽ നിന്നും തൊട്ടടുത്ത ജില്ലയായ അനന്തപൂരിലേക്കുള്ള യാത്രാമധ്യേ 11 കിലോമീറ്ററുകൾ മാറി നിങ്ങൾക്ക് വളരെ നീളത്തിലുള്ള നീണ്ട മലനിരകൾ കാണാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ മലയാള മണ്ണ് അതിൻ്റെ കിഴക്കൻ മേഖല മുഴുവൻ മലനിരകളാൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ മലനിരകളെ നമ്മൾ വിളിക്കുന്നത് പശ്ചിമഘട്ടം എന്നാണ്, പശ്ചിമഘട്ട മലനിരകൾ എന്നാണ്. അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയുടെ കിഴക്കൻ മേഖല ആയിരിക്കുന്ന ആന്ധ്രാപ്രദേശിൻ്റെ കിഴക്കൻ മേഖലയിലുള്ള ചെരുവുകൾ, മലകൾ, ചെറുപർവ്വതങ്ങൾ, ഇവയെ നമ്മൾ പൂർവ്വഘട്ടം എന്ന് വിളിക്കുന്നു, പൂർവ്വഘട്ട മലനിരകൾ എന്ന് വിളിക്കുന്നു. കേരളത്തിൽ നമ്മൾ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുമ്പോൾ കിഴക്ക് നമ്മൾ പൂർവ്വഘട്ട, കേരളം പടിഞ്ഞാറാണ്, ആന്ധ്ര കിഴക്കാണ്. പൂർവ്വഘട്ട മലനിരകളുടെ ഭാഗമായിട്ടുള്ള ഒരു കുന്നിൻ മുകളിനെ കുറിച്ച് ആണ് ഞാൻ പറയുന്നത്, ഒരു ഹിൽ സ്റ്റേഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ മദനപ്പള്ളി സിറ്റിയിൽ നിന്നും 11 കിലോമീറ്റർ മാറിയുള്ള ഈ അതിമനോഹരമായ കുന്നിൻ മുകൾ, ഈ കുന്നിൻ്റെ യഥാർത്ഥ ആന്ധ്ര തെലുഗു നാമം യനുഗുലു മല്ലമ്മ കൊണ്ട എന്നാണ്. ഏനുഗു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആന എന്നർത്ഥം. മല്ലമ്മ ഒരു സ്ത്രീയുടെ പേരാണ്. കൊണ്ട എന്ന് പറഞ്ഞാൽ മല എന്നർത്ഥം. അപ്പോൾ ആനകളെ പരിപാലിച്ചിരുന്ന മല്ലമ്മ ഉണ്ടായിരുന്ന മലമുകൾ എന്നർത്ഥം വരുന്ന ഹോഴ്സ്ലി ഹിൽസ് എന്നറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷനാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്ന ഹിൽ സ്റ്റേഷൻ. എന്തുകൊണ്ട് ഹോഴ്സ്ലി ഹിൽസ് എന്ന് പ്രതിപാദിക്കുന്നു? സർ W.D. ഹോഴ്സ്ലി 1870 സഡഡ് ഡിസ്ട്രിക്റ്റുകളുടെ ബ്രിട്ടീഷ് കലക്ടറായിരുന്ന സർ ഹോഴ്സ്ലി, അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായതുകൊണ്ട് തന്നെ ഒരു വടക്കൻ അറ്റ്ലാന്റിക്കിനോട് സമുദ്രത്തിൽ നിൽക്കുന്ന ബ്രിട്ടനിൽ നിന്ന് വന്ന ഇദ്ദേഹത്തിൻ്റെ പിതാവും കുടുംബവും മദ്രാസ് സിവിൽ സർവീസിൽ ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹം പിന്നീട് സിവിൽ സർവീസിൽ ഉന്നത പഠനം പൂർത്തിയാക്കി കലക്ടറാവുകയായിരുന്നു. സർ W.D. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു വീട് ഈ ഹോഴ്സ്ലി ഹിൽസിൽ പണിയുകയുണ്ടായി. നമുക്കറിയാം, വടക്കൻ യൂറോപ്പിൻ്റെ കഥ. തണുപ്പ് ശീലമുള്ള ആളുകൾ തെക്കേ ഇന്ത്യയിലുള്ള ചൂടിനെ എന്തുകൊണ്ടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് ശക്തി കുറവാണ്. അത്തരത്തിലുള്ള ഒരു ശൈലി അവർക്കില്ല എന്നതുകൊണ്ട് പ്രത്യേകം വേനൽക്കാല വസതിയായി അദ്ദേഹം അവിടെ ഈ കുന്നിൻ മുകളിൽ ഒരു വീട് പണിയുകയുണ്ടായി. അദ്ദേഹം അവിടെ വീട് പണിതതിനാൽ അവിടെ വേനൽക്കാല വസതിയായി ഉപയോഗിച്ചതിനാലും പിന്നീട് ആ കുന്നുകൾ യനുഗുലു മല്ലമ്മ കൊണ്ട എന്ന ആ കുന്നുകൾ ഹോഴ്സ്ലി ഹിൽസ് എന്ന് അറിയപ്പെടുവാൻ തുടങ്ങി. വളരെ വ്യത്യസ്തമായ ഒരു കുന്നിൻ മുകളാണിത്. വളരെ ഭംഗിയുള്ള
മനോഹരമായ സൗന്ദര്യമുള്ള ഒരു കുന്നിൻ മുകൾ. വിവിധ സസ്യ ജീവജാലങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. സസ്യങ്ങൾ ആയാൽ യൂക്കാലിപ്റ്റസ് മരങ്ങൾ ഇടതൂർന്ന് വളരുന്ന പ്രദേശം ഇത്. പഴയ കാലങ്ങളിൽ സാമ്പാർ മാൻ, കാട്ടുപന്നികൾ, മടിയൻ, കരടി എന്നിവയുൾപ്പെടെ കൂടുതൽ വന്യജീവികൾ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തു നിന്ന് 133 അധികം പക്ഷികളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവയിൽ മഞ്ഞ തൊണ്ടയുള്ള ബുൾബുൾ പക്ഷി ഉൾപ്പെടുന്നു. 1908 ഈ പ്രദേശത്ത് നിന്ന് ആദ്യമായി ഇത്തരം പക്ഷികളെ കണ്ടെത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന മറ്റു പക്ഷികളിൽ കറുത്ത കഴുകനും വെള്ള നിറമുള്ള ഷാമയും ഉൾപ്പെടുന്നു. ഒരു നൂറ്റാണ്ടിന് ശേഷം ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് ഡിപ്ലോസെൻഡ്രം ആവർത്തനം ഇവിടെ വീണ്ടും കണ്ടെത്തി. ഈ പ്രദേശത്ത് നിന്ന് നിരവധി ഇനം ലൈക്കൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മേഖല, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ടൂറിസമാണ്. ഹിൽ സ്റ്റേഷൻ എന്ന നിലയിൽ ടൂറിസം മേഖലയിൽ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണിത്. ഒരു ഹിൽ റിസോർട്ടായി നിലവിൽ വരുന്നതിന് മുമ്പ്, അതായത് W.D. ഹോഴ്സ്ലി ഇവിടെ വരവിന് മുമ്പ് ഈ പ്രദേശം ആന്ധ്രാപ്രദേശിലെ ട്രൈബൽ പീപ്പിൾസ്, ആദിവാസികൾ, വ്യത്യസ്ത ആദിവാസി ഗ്രൂപ്പുകളുണ്ട് അവിടെ. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ ട്രൈബൽ ഗ്രൂപ്പുകളിൽ പെടുന്ന യനാദീസ്, ചെഞ്ചൂസ് എന്ന 2 വ്യത്യസ്ത ഗോത്രവർഗക്കാർ വസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത് 1800-കൾക്ക് മുമ്പ്. ഉപജീവനത്തിനായി പുങ്കനൂർ പശുക്കളെ